നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതിഷത്തെക്കുറിച്ചല്ല, സാധാരണ വിഷയം ഇന്നത്തേക്ക് മാറ്റിവെച്ച് അതിനോട് അനുബന്ധിച്ചിട്ട് പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പലരും വാട്സപ്പിലൂടെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്നോണാണ് ഈ വീഡിയോ. ഈ വീഡിയോ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ആഭിചാരദോഷം അഥവാ കൂടോത്രം അല്ലെങ്കിൽ ദുർമന്ത്രവാദം എന്നൊക്കെ പറയപ്പെടുന്ന ഈ ദോഷം വന്നുപെട്ടാൽ എന്താണ് അനുഭവം എന്നുള്ളതാണ്. പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് വാട്സപ്പിലൂടെ ചിലർ ചോദിക്കാറുണ്ട്, എന്തായിരിക്കും അതിൻ്റെ ലക്ഷണം എന്ന്. അങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ലക്ഷണമായിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ അനുഭവത്തിൽ പലർക്കും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കാരണം ചില ആൾക്കാരുടെ സംശയത്തിനുള്ള മറുപടി എന്നോണാണ് ഈ വീഡിയോ. എങ്ങനെയാണ് ആഭിചാരം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത് ഏറ്റാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും, എന്താണ് ആഭിചാരം, ഇത്തരം വിഷയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിന് മുന്നോടിയായിട്ട് എന്നും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടും ഇല്ലാതെ ഒരു ചാനലും മുന്നോട്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സഹകരിച്ച് ഒരു കുടുംബം പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ കണ്ട് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ആഭിചാരദോഷം ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് ആഭിചാരം, എന്താണ് അത് ഏറ്റാൽ അത് എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് നമ്മൾ അറിയുക. ആഭിചാരം കൂടുതലായിട്ടും പറയുന്നത് 3 തരത്തിലാണ്. അതായത് ഒന്ന് മഹാഭിചാരം എന്ന് പറയുന്ന ഹോമകർമാദികളിലൂടെയൊക്കെ ചെയ്തു വരുന്ന ആഭിചാരദോഷമാണ് മഹാ ആഭിചാരം. അത് പലതരത്തിലും പല രീതിയിൽ പല ആൾക്കാർ ചെയ്യും. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഗുരുക്കന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് അത് ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ സാധാരണ ചില 3 രീതിയിലാണ് പറയാറ്. ഒന്ന്, നമ്മൾ പാവകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതായത് കാഞ്ഞിര മരം കൊണ്ടോ അല്ലെങ്കിൽ പാലമരം കൊണ്ടോ, ഇതുമല്ലെങ്കിൽ വരിക്ക പ്ലാവിൻ്റെ കാതൽ കൊണ്ടോ, അങ്ങനെ മരങ്ങൾ പലതും ഉണ്ട്, ഇനിയും പല മരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില മരങ്ങളുടെ തടികൾ കൊണ്ട് ചില രൂപങ്ങൾ ഉണ്ടാക്കും. സ്ത്രീ രൂപം, പുരുഷ രൂപം, ഇങ്ങനെയുള്ള പല രൂപങ്ങളും ഉണ്ടാക്കിയിട്ട് അതിൽ ഈ പറയുന്ന കൂടോത്രം പോലത്തെ ആഭിചാര പ്രയോഗങ്ങളൊക്കെ ചെയ്യും. പിന്നെ തകിടുകൾ, ചെമ്പ് തകിടുകൾ, ഈയം തകിടുകൾ, അങ്ങനെയുള്ള തകിടുകളിലൊക്കെ സാധാരണ ആഭിചാരം ചെയ്യാറുണ്ട്. പിന്നീട് ചെയ്യുന്ന ഒരു തരമാണ് ചൂർണപ്രയോഗം. ചൂർണപ്രയോഗം എന്ന് പറയുക. ചൂർണപ്രയോഗം എന്ന് പറഞ്ഞാൽ അത് ചില പൊടികളിലൂടെ കടുക് അല്ലെങ്കിൽ ചില തരം പൊടികൾ, ഭസ്മം പോലുള്ള ചില പൊടികൾ, ചുടല ഭസ്മം, നമ്മൾ ആൾക്കാരെ മരിച്ചു കഴിഞ്ഞാൽ അടക്കുന്ന അല്ലെങ്കിൽ കത്തിച്ചു കളയുന്ന ആ ഒരു ഭസ്മം, ഈ ഭസ്മത്തിലൂടെയും ആഭിചാര പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നീടുള്ള ഒരു ആഭിചാര പ്രയോഗമാണ് കൈവിഷം. കൈവിഷദോഷം എന്നൊക്കെ പറയും. കൈവിഷം ചില ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ മറ്റൊരു വ്യക്തിയുടെ വയറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് എരിവിലൂടെയും പുളിയിലൂടെയും മധുരത്തിലൂടെയും അങ്ങനെ പല പാലിലൂടെയും ചില തരം മധുര പലഹാരങ്ങളിലൂടെയും കൈവിഷം കൊടുക്കാറുണ്ട്. കൈവിഷം പലതരത്തിലുണ്ട്. അഷ്ടവിഷങ്ങൾ എന്നും ചില
അതികഠിനമായ ചില കൈവിഷങ്ങളുണ്ട്. അഷ്ടവിഷം, അത് കൃത്യമായിട്ട് അത് ആരും പുറത്തു പറയാറില്ല എന്നുള്ളതാണ് സത്യം. ഈ അഷ്ടവിഷങ്ങളിൽ എട്ടുകാലി, ഇടക്കാട്ടം, ഇങ്ങനെയുള്ള കുറച്ച് എലിയുടെ മീശ, പൂച്ചയുടെ മീശ, അത്രയും സാധനങ്ങൾ പറയാം. ബാക്കി പലതും ഇനി പറയാൻ പാടാത്തതും നമുക്ക് പോലും കണ്ടെത്താൻ കഴിയാത്തതുമായ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത് കൈവശദോഷങ്ങൾ. ഇതെല്ലാം ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്തിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് സാധാരണ ആഭിചാരങ്ങൾ ചെയ്യാറ്. സാധാരണ ഒരു വ്യക്തിക്ക് എന്തിനാണ് ആഭിചാരം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ആ വ്യക്തിയോടുള്ളത് വിരോധം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദേഷ്യം, ഒരു ശത്രുത, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് വശീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താണോ അത് അദ്ദേഹം അനുസരിച്ച് പോകുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക, കൈവശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തകിടുകളും പാവകളും അല്ലെങ്കിൽ ചൂർണ പ്രയോഗങ്ങളും ഒക്കെ തന്നെ മറ്റൊരു വ്യക്തിയെ സ്തംഭിപ്പിക്കുക, നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നൊക്കെ പറയുന്ന മാതിരി ഇത്തരം പ്രയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. ഈ പ്രയോഗങ്ങളൊക്കെ തന്നെ ഒരു മനുഷ്യനെ ഏറ്റുകഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. കാരണം ഈ ബുദ്ധിമുട്ടുകളെ പറയുകയാണെങ്കിൽ, ഒരു കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി, ഇനി ഏതു തരം ബിസിനസ് ആയിക്കോട്ടെ, ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും, ആ വ്യക്തിയുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ഇത്തരം ആഭിചാര പ്രയോഗങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ, അഥവാ കൂടോത്രം ഏറ്റിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ ബിസിനസ് നാൾക്ക് നാൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നല്ല രീതിയിൽ കച്ചവടം ചെയ്തു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലിക്കാരൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി, ജോലിക്കാരുടെ ശമ്പളം എല്ലാം കൊടുത്ത്, വാടകയെല്ലാം കൊടുത്ത്, കറണ്ട് ബില്ല്, അങ്ങനെ പലതും കൊടുത്തതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാന മാർഗം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നാൾക്ക് നാൾ അത് കുറഞ്ഞ് പിന്നീട് പണിക്കാർക്ക് കൊടുക്കാൻ പണമില്ലാതെ വരികയും അവസാനം ജോലിക്കാരെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് വരികയും അങ്ങനെ കുറെ കാലം മെല്ലെ പോയിക്കൊണ്ടിരുന്ന് പിന്നീട് ഈ കട തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് കഴിയാതെ വരികയും അവസാനം കാലഘട്ടത്തിൽ കട ഒഴിവാക്കി അദ്ദേഹം സ്വസ്ഥമായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന അവസ്ഥ, ഇതൊക്കെ സാധാരണ ആഭിചാരം ഏറ്റാൽ കാണാറുണ്ട്. ചിലർക്ക് ചില അസുഖങ്ങളായിട്ട് വരാറുണ്ട്. കൃത്യസമയത്ത് ആഭിചാര ദോഷങ്ങൾ കണ്ടെത്തി അത് ദോഷം തീർത്തിട്ടില്ല എങ്കിൽ അത് മാരകമായ അസുഖങ്ങളിലേക്ക് പോയി അത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കും പോകാറുണ്ട്. അതുപോലെ വശീകരണ വിദ്യ എന്ന് പറയുന്ന വശ്യപ്രയോഗങ്ങൾ ചെയ്ത് ഒരു വ്യക്തിയെ ആരാണോ ചെയ്യുന്നത് അദ്ദേഹത്തിനെ അടിമയാക്കി വെക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭ്രാന്ത് പിടിപ്പിക്കുക, അദ്ദേഹത്തിനെ നശിപ്പിക്കുക, ഇതാണ് വശ്യപ്രയോഗത്തിലൂടെയൊക്കെ ചെയ്യുന്നത്. സാധാരണ പിന്നീട് ചൂർണ പ്രയോഗങ്ങളാണ്. ഈ ചൂർണ പ്രയോഗങ്ങൾ ഒരു വ്യക്തിക്ക് ഏറ്റാൽ ഇതേ സാമാന്യ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഇത് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. തകിടുകളും പാവകളും ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിലോ അദ്ദേഹത്തിന്റെ സ്ഥലത്തോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും, കണ്ടെത്തി അതിനെ നശിപ്പിക്കാൻ കഴിയും. അതല്ല ചൂർണ പ്രയോഗങ്ങളാണെങ്കിൽ അതൊരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒരു ചൂർണം എവിടെയെങ്കിലും വിതറിക്കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് അവിടെ നിൽക്കും, പക്ഷെ ചൂർണം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അതിന് തക്കതായ പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനി കൈവശദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒരു അസ്ട്രോളജർക്ക്, ഒരു ദൈവജ്ഞന് കൃത്യമായി രാശി വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉത്തമനായ ഒരു കർമ്മിയെ കൊണ്ട് ഇത്തരം ദോഷങ്ങൾ നീക്കം ചെയ്യാനും കഴിയുന്നതാണ്. ഇതിന് സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇത് വേണ്ട രീതിയിൽ അല്ലെ വേണ്ട സമയത്ത് കണ്ടെത്താൻ കഴിയാതെ വരിക എന്നുള്ളതാണ്. ആർക്കും അത് ശ്രദ്ധിക്കാതെ പോകും ചിലർ. അങ്ങനെ അവർ നശിച്ച്
ആകപ്പാടെ നാറാണക്കല്ല് എടുത്ത സമയത്തായിരിക്കും ഇത് കണ്ടെത്തുക. അപ്പോഴേക്കും അവരുടെ ടൈമെല്ലാം കഴിഞ്ഞു, അവർ അസുഖക്കാരനായി മാറി, ഒരിക്കലും അസുഖം മാറ്റാൻ കഴിയാത്ത മാരക അസുഖങ്ങളിലേക്ക് പോയി, ആശുപത്രിക്കാർ പോലും കയ്യൊഴിയേണ്ട അവസ്ഥയിലേക്ക് പോവുക. കാരണം ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ പോലും അവർ പല ടെസ്റ്റുകൾ നടത്തുന്നു, പല മരുന്നുകൾ തരുന്നു. ഇതൊക്കെ ചെയ്താലും അവർ ഈ ടെസ്റ്റുകളിലൊന്നും റിസൾട്ട് പോസിറ്റീവ് ആവില്ല, അല്ലെങ്കിൽ ടെസ്റ്റുകളിലൊന്നും ദോഷങ്ങളും കാണാറില്ല. എന്ത് ചെയ്തിട്ടും അസുഖം മാറുന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകും അവസാന ഘട്ടത്തിൽ. അതുകൊണ്ട് ആഭിചാര പ്രയോഗങ്ങൾ കൃത്യമായ സമയത്ത് കണ്ടെത്തി അതിനെ പരിഹരിച്ച് കളയേണ്ടതാണ്. അങ്ങനെ വന്നാൽ ജീവിതം വിജയിക്കുന്നതാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം പലർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പലരുടെയും ബിസിനസ്സുകളും അല്ലെങ്കിൽ ഒക്കെ കുളം തോണ്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ആഭിചാരദോഷം കൊണ്ട് വേർപിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം, കാമുകി കാമുകന്മാർ ആഭിചാരദോഷം കൊണ്ട് വേർപിരിഞ്ഞിട്ടുണ്ടായിരിക്കാം, ബിസിനസ്സുകാർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള മേഖലകളിൽ ചില കുടുംബങ്ങൾ ഛിന്നമായി പോയിരിക്കാം, ഭിന്നമായി നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം. എന്തിനു പറയുന്നു, ആഭിചാരം ഏറ്റിട്ട് മഹാശിവക്ഷേത്രങ്ങൾ പോലും നശിച്ചുപോയ ചരിത്രങ്ങളുണ്ട്. ഇന്നും ചില ജില്ലകളിൽ അത്തരം ആഭിചാരദോഷം ഏറ്റ ശിവക്ഷേത്രങ്ങൾ ഇന്നും നശിച്ചു എടുക്കുന്നുണ്ട്. അപ്പൊ അത്ര പവർ ഇതിനുണ്ട്. കാണാൻ കഴിയാത്ത ഒരു എനർജിയാണത്, നെഗറ്റീവ് എനർജി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ കാരണം, നിരന്തരമായി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്താണ് ആഭിചാരദോഷം, എന്താ ഇത് ഏറ്റാൻ ബുദ്ധിമുട്ട് എന്ന് അവർ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് കൊണ്ട് ഏറ്റു കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് വരിക എന്നുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്തൊക്കെ ബുദ്ധിമുട്ടാണ് വരിക എന്ന്. അപ്പോൾ അത് നിരന്തരമായി തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അസ്ട്രോളജറെ സമീപിക്കുക. നല്ലൊരു ദൈവജ്ഞന് നിങ്ങളുടെ പ്രശ്നം കണ്ടെത്താൻ കഴിയും. കണ്ടെത്തി കഴിഞ്ഞാൽ അത് ജ്യോതിഷത്തിൽ കണ്ടെത്തുമ്പോൾ രാശി വെച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജ്യോതിഷത്തിന്റെ കുറച്ച് ABCD അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ചെറിയ അറിവിലേക്ക് പറയുകയാണെങ്കിൽ, രാശി വെച്ച് അതിന്റെ ലഗ്നാൽ 6ാം ഭാവാധിപനെ നോക്കുക, അതിന്റെ ബാധകാധിപനെ നോക്കുക. ഈ 6ാം ഭാവാധിപനും ബാധകാധിപനും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഈ മഹാബാധ സ്ഥാനങ്ങൾ നോക്കുക. ആ ബാധകാധിപനും ഈ 6ാം ഭാവാധിപനും ബന്ധം വരിക. ഇങ്ങനെ പലതരത്തിലും ചിന്തിക്കാറുണ്ട് അസ്ട്രോളജർമാര്. അതുമാത്രമല്ല, പലതരത്തിലും ബാധാദോഷങ്ങളെ കണ്ടെത്താറുണ്ട്. അപ്പോൾ ഇതൊരു സാമാന്യ അറിവിന് വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത്തരം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഉടനെ ചികിത്സിച്ച്, അല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്ത്, അസുഖമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ വേണ്ട വൈദ്യസഹായവും തേടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതാണ്. എന്തായാലും നല്ലൊരു ജ്യോത്സ്യനെ കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിന് അസുഖമായി മാറിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ നീങ്ങി സർവ്വ ഐശ്വര്യങ്ങളും തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അമാവാസി കറുത്ത വാവിന് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.